ആറ്റുകാലിൽ സംഘർഷ സാധ്യത കരുതിക്കൂട്ടി പ്രശ്നമുണ്ടാക്കുന്ന CPM നടപടിക്കെതിരെ പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് BJP പ്രവർത്തകർ. BJPയുടെ കൊടിമരത്തിൽ മുഖ്യമന്ത്രിയുടെ ചിത്രമടങ്ങിയ ബോർഡ് വെച്ചത് അഴിച്ചുമാറ്റാൻ ആവശ്യപ്പെട്ടതാണ് തർക്കത്തിന് ഇടയാക്കിയത്. ക്ഷേത്ര പരിസരത്ത് കാവിത്തോരണങ്ങൾ കെട്ടുന്നതിന് പോലീസ് ഇന്നലെ വിലക്ക് ഏർപ്പെടുത്തിയതും തർക്കങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട്. ശാലിനി ചേരുന്നു തത്സമയ വിവരങ്ങളുമായി. ശാലിനി, വിശദാംശങ്ങൾ. ഇന്നലെ ആറ്റുകാൽ ക്ഷേത്ര നട മുതൽ മണക്കാട് കുര്യാത്തി വരെ കാവി കൊടിതോരണങ്ങളൊക്കെ കെട്ടിയത് പോലീസിന്റെ നേതൃത്വത്തിൽ അഴിച്ചുമാറ്റിയത് ആദ്യം വാക്കുതർക്കത്തിന് ഇടയാക്കിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്നും ഒരു സംഘർഷ സാധ്യത പോലും പ്രദേശത്ത് നിലനിൽക്കുന്നത്. ശാലിനി, വിവരങ്ങൾ. അനു സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ആറ്റുകാലിൽ പൊങ്കാല മഹോത്സവം നടക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളിലേക്ക് ആറ്റുകാൽ ക്ഷേത്രവും പരിസരവും തിരുവനന്തപുരം സിറ്റി തന്നെ കടക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ വീണ്ടും ഒരു പ്രകോപനപരമായ നടപടി CPMന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് എനിക്കിപ്പോൾ പിന്നിൽ കാണുന്ന ഇത്രയധികം പോലീസും ഒപ്പം തന്നെ പ്രവർത്തകർ, BJPയുടെയും ഹൈന്ദവ സംഘടനകളുടെയും പ്രവർത്തകർ ഇവിടെ എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസങ്ങളിൽ അനു സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ക്ഷേത്രത്തിന് സമീപം മണക്കാട് മുതൽ ഒപ്പം തന്നെ കുര്യാത്തി ജംഗ്ഷൻ വരെ കാവിക്കൊടികൾ കെട്ടിയിരുന്നു. അത് പോലീസ് അഴിച്ചു മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനെ പ്രതിഷേധിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ആ ഭാഗത്ത് ഹൈന്ദവ സംഘടനകൾ നടത്തുകയും ചെയ്തു. തൊട്ടു പിന്നാലെയാണ് ഇന്ന് ക്ഷേത്ര പരിസരത്ത്, പ്രത്യേകിച്ച് ക്ഷേത്രത്തിന്റെ പ്രധാന കവാടത്തിന് സമീപത്തായി ഒരുക്കിയിട്ടുള്ള BJPയുടെയും സംഘപരിവാറിന്റെയും ഒപ്പം തന്നെ ഹൈന്ദവ സംഘടനകളുടെയും കൊടിമരത്തിൽ സ്ഥലത്തെ CPMന്റെ കൗൺസിലർ ഉണ്ണി ഉൾപ്പെടെ ഉള്ളവരുടെ നേതൃത്വത്തിൽ ഫ്ലെക്സ് ബോർഡുകൾ കൊണ്ടുവന്ന് വെക്കുന്നത് CPMന്റെ വികസന പ്രവർത്തനങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ടും ഒപ്പം തന്നെ മുഖ്യമന്ത്രിയുടെയും സ്ഥലം മന്ത്രി കൂടിയായിട്ടുള്ള MLAയും മന്ത്രി കൂടിയുമായിട്ടുള്ള V ശിവൻകുട്ടി, ഒപ്പം തന്നെ സ്ഥലത്തെ വാർഡ് കൗൺസിലർ ഉണ്ണികൃഷ്ണൻ എന്നിവരുടെ ചിത്രങ്ങൾ പതിച്ച ഫ്ലെക്സ് ബോർഡായിരുന്നു സ്ഥലത്ത് അവിടെ കൊണ്ടുവന്ന് വെച്ചിരുന്നത്. ഇതേ തുടർന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് BJP പ്രവർത്തകരും മഹിളാ മോർച്ച പ്രവർത്തകരും എത്തുന്നൊരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ആ ഒരു ഫ്ലെക്സ് ബോർഡ് എടുത്തു മാറ്റണം എന്നൊരു ആവശ്യം BJPയുടെയും ഹൈന്ദവ സംഘടനകളുടെയും ഭാഗത്ത് നിന്ന് അവർ ഉന്നയിച്ചത്. പക്ഷേ അത് എടുത്തു മാറ്റാൻ CPM നടപടി സ്വീകരിച്ചില്ല. പ്രകോപനപരമായ നടപടി എന്നോണമാണ് CPMന്റെ ഭാഗത്ത് നിന്ന് വീണ്ടും അതേ സ്ഥലത്ത് തന്നെ ഫ്ലെക്സ് ബോർഡ് കൊണ്ടുവന്ന് വെക്കുകയും വീണ്ടും ഒരു പ്രകോപന അന്തരീക്ഷം ആ ഭാഗത്ത് സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യം CPM സ്വീകരിച്ചത്. അതിന് നേതൃത്വം നൽകിയത് വാർഡ് കൗൺസിലർ കൂടിയായിട്ടുള്ള ഉണ്ണികൃഷ്ണനാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതേ തുടർന്ന് അവിടെ ഹൈന്ദവ സംഘടനാ പ്രതിനിധികൾ, ഒപ്പം തന്നെ സ്ഥലത്തെ മറ്റ് BJP പ്രവർത്തകർ, മഹിളാ മോർച്ച പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ എത്തുന്നു. സംഭവ സ്ഥലത്ത് നിന്നും BJPയുടെയും ഒപ്പം തന്നെ ഹൈന്ദവ സംഘടനകളുടെയും കൊടിമരത്തിൽ നിന്നും ആ ഒരു ഫ്ലെക്സ് ബോർഡ് നീക്കം ചെയ്യാനുള്ള ശ്രമങ്ങൾ അവർ ആരംഭിക്കുകയും ചെയ്തു. ഇതേ തുടർന്നാണ് വലിയ രീതിയിലുള്ള സംഘർഷത്തിലേക്ക് ആറ്റുകാൽ ക്ഷേത്ര പരിസരം കടന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ അവിടെ ഇവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ഈ പ്രതിഷേധങ്ങളെ മറികടന്നുകൊണ്ട് അവിടെ എത്തിയ പോലീസ് വനിതാ പ്രവർത്തകരെ ഉൾപ്പെടെ മഹിളാ മോർച്ചയുടെ വനിതാ പ്രവർത്തകർ, ഒപ്പം തന്നെ വിവിധ കൗൺസിലർമാർ, നഗരസഭയിലെ പ്രധാനപ്പെട്ട കൗൺസിലർമാർ ഉൾപ്പെടെയുള്ളവരെ പുരുഷ പോലീസ് കയ്യേറ്റം ചെയ്യുന്ന ഒരു സാഹചര്യം കൂടി ആ സ്ഥലത്ത് ഉണ്ടാവുകയും ചെയ്തു. ഇതേ തുടർന്ന് ഏകദേശം 3ഓളം വനിതാ കൗൺസിലർമാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് മാറ്റുന്നു. ഇപ്പോൾ അറസ്റ്റിനെ തുടർന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധം BJPയുടെയും ഹൈന്ദവ സംഘടനകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുകയാണ്. നമ്മളിപ്പോൾ കാണുന്നത് മണക്കാട് ജംഗ്ഷനിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിന് കളമൊരുങ്ങുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ മുൻപും കണ്ടിട്ടുള്ളതാണ് കരിക്കകം ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളിൽ ഇത്തരത്തിൽ ഹൈന്ദവ സംഘടനകൾ കെട്ടിയ, ക്ഷേത്രത്തിൽ വലിയ രീതിയിലുള്ള ഒരു രാഷ്ട്രീയവും പറയാതെ കെട്ടിയ പതാകകൾ, കൊടിതോരണങ്ങൾ ഇത് അഴിച്ചു മാറ്റണം എന്നതടക്കമുള്ള കാര്യങ്ങൾ കഴിഞ്ഞ കരിക്കകം ദേവീക്ഷേത്രത്തിൽ ഉത്സവവുമായി ബന്ധപ്പെട്ടുണ്ടായതാണ്. സമാനമായ ഒരു അന്തരീക്ഷമാണ് ഇപ്പോൾ ആറ്റുകാൽ ക്ഷേത്രത്തിൽ ഉണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസം അതിന് തുടക്കം കുറിച്ച് CPM ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളും ഒപ്പം തന്നെ ഈ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് ഈ തോരണങ്ങളും കാവിക്കൊടികളും ഒക്കെ തന്നെ അഴിച്ചു മാറ്റാനുള്ളൊരു ശ്രമം നടത്തുകയും ചെയ്തു. തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ പ്രകോപനമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് CPM ഇത്തരത്തിലൊരു നടപടി സ്വീകരിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന്റെ ഒരു ഭാഗം എന്നോണമാണ് ഇത്തരത്തിൽ BJPയുടെ പേരിലും ഒപ്പം തന്നെ ഹൈന്ദവ സംഘടനകളുടെ പേരിലുമുള്ള കൊടിമരത്തിൽ CPMന്റെ പതാകയും ഒപ്പം തന്നെ CPMന്റെ ഫ്ലെക്സ് ബോർഡുകൾ അടക്കം കൊണ്ടുവന്ന് സ്ഥാപിക്കുന്ന ഒരു സാഹചര്യം സ്വീകരിച്ചിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ നിലവിൽ സ്ഥലത്ത് സംഘർഷം പറഞ്ഞത് അനുസരിച്ചാണെങ്കിൽ ആദ്യ കൊടിമരത്തിൽ, BJPയുടെ കൊടിമരത്തിൽ CPM ഫ്ലെക്സ് ബോർഡ് വച്ചിരുന്നു. അതിൽ പ്രതിഷേധം ഉന്നയിച്ച BJP പ്രവർത്തകർ രംഗത്തെത്തി. ഇനി ഈ ഫ്ലെക്സ് ബോർഡ് മാറ്റുകയും ചെയ്തു, പ്രതിഷേധം അറിയിച്ചതിന് ശേഷം. പക്ഷേ ഈ നീക്കം ചെയ്ത ഫ്ലെക്സ് ബോർഡ് വീണ്ടും സ്ഥാപിക്കുകയുണ്ടായി CPMന്റെ ഭാഗത്ത് നിന്ന്. അപ്പോൾ ഈ മനഃപൂർവ്വമായിട്ട് സംഘർഷം ഉണ്ടാക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി.
അനു, അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മനഃപൂർവ്വം ഒരു പ്രശ്നമുണ്ടാക്കാനുള്ള സാഹചര്യം CPM ഒരുക്കുന്നു. അതിന് കൊടിപിടിക്കാൻ സംസ്ഥാന പോലീസും ആഭ്യന്തര വകുപ്പും നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു ഭാഗത്ത് പ്രശ്നമുണ്ടാക്കിയവരെ പോലീസ് സംരക്ഷിക്കുന്നു, മറുഭാഗത്ത് സമാനമായി തന്നെ ഇത്തരത്തിൽ പ്രതിഷേധം നടത്തിയ പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന സാഹചര്യം അതായിരുന്നു ഇന്ന് ആറ്റുകാൽ ക്ഷേത്ര പരിസരത്തിൽ ഉണ്ടായത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഒരുപക്ഷെ പോലീസ് സ്വീകരിക്കുന്ന ഇരട്ടത്താപ്പ് നയങ്ങൾക്കെതിരെയും ഒപ്പം തന്നെ CPM നടത്തുന്ന അക്രമ സംഭവങ്ങൾക്ക് കുടപിടിക്കുന്ന പോലീസ് നയങ്ങൾക്കെതിരെയുമാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം ഈ രാത്രി വൈകിയും മണക്കാട് ജംഗ്ഷനിൽ നമ്മൾ മണക്കാട് ജംഗ്ഷനിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്.